ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. തുടയിടയ്ക്കിൽ വരുന്ന കഴല കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും തുടകൾ വന്നിട്ട് ശരീരത്തിൽ ചേരുന്ന ഭാഗത്ത് ഉള്ളിലത്തെ സൈഡിലായിട്ട് വരുന്ന ചെറിയ മുഴകൾ, ചെറിയ കടലകൾ പലപ്പോഴും ഈ ഭാഗത്ത് വരുന്ന ഒരു വേദന, നീർക്കെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലർ ഇത് ഡോക്ടറോട് പറയാനും മറ്റു വീട്ടിലുള്ള ആൾക്കാരോട് പോലും പറയാതെ കൊണ്ടു നടന്ന് വല്ലാണ്ട് വേദന കൂടുമ്പോഴായിരിക്കും ഒടുവിൽ ഡോക്ടർമാരെ പോയി കാണുന്നത്. സാധാരണ ചില നാട്ടിൻപുറങ്ങളിൽ ഇതിന് പതക്കള നീര് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ ഈ പതക്കള നീര് അഥവാ തുടയിടയ്ക്കിൽ കഴല എന്തുകൊണ്ടുണ്ടാകുന്നുവെന്നും ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില ചെക്ക് പോസ്റ്റുകളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ കയറിയാലോ മറ്റെന്തെങ്കിലും ഒരു അപകടം, ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നാലോ ആ ഇൻഫെക്ഷൻ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ചെക്ക് പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റോഡിൽ കണ്ടിട്ടില്ലേ, ഇടയ്ക്ക് ചെക്ക് പോസ്റ്റുകൾ വെച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റു സ്ഥലങ്ങളിൽ നിന്നും രോഗകാരികളോ അല്ലെങ്കിൽ ആക്രമണകാര്യങ്ങളോ നമ്മുടെ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. ശരീരത്തിലും ഇതേപോലെ തന്നെയുള്ള ചെക്ക് പോസ്റ്റുകളുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകളാണ് നമ്മൾ ലിംഫ് നോഡുകൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ തൊണ്ടയ്ക്കകത്തിരിക്കുന്ന ടോൺസിലുകൾ. അത് ഒരു വലിപ്പമുള്ള 2 ലിംഫ് നോഡുകളാണ്. ഇതേപോലെ തുടയിടുക്കിലുള്ള 2 ലിംഫ് നോഡുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഇൻഗൈനൽ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കാലിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഇല്ലെങ്കിൽ ഈ തുടയിടുക്കിൻ്റെ വശങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ജനൈറ്റൽ ഏരിയ, ജനനേന്ദ്രിയ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എല്ലാം തന്നെ ഈ ഭാഗത്തുള്ള ഈ കഴലകൾക്ക് വീക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന വീക്കവും അതിനോടൊപ്പം വേദനയും നീർക്കെട്ടും മുഴയും എല്ലാം ചേർന്നിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ ഇൻഗോയിനൽ ലിംഫിനോഡൈറ്റിസ് എന്നോ അല്ലെങ്കിൽ നമ്മൾ തുടയിടയ്ക്കിൽ വരുന്ന നീർവീക്കമെന്നോ പതക്കള എന്നോ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്ന കുറേ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ ഞാൻ സിമ്പിളായിട്ട് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കാലിൽ, അതായത് ഏത് ഭാഗത്തുള്ള തുടയിടുക്കിലാണോ ഈ കടല വന്നിരിക്കുന്നത് ആ ഭാഗത്തുള്ള കാലിൽ വന്നിട്ടുള്ള എന്തെല്ലാം ഇൻഫെക്ഷൻസിൽ ഇത്തരത്തിൽ കടല വീക്കം ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നമുക്ക് നഖത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പലപ്പോഴും നഖത്തിനകത്ത് വരുന്ന ഫംഗസ് ബാധ, ഇല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കാലിൽ വിരൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടി നഖത്തിൻ്റെ ഒരു സൈഡ് പൊട്ടി അവിടെ ചെറിയ ഇൻഫെക്ഷൻ വന്നു, തൊട്ടുപുറകെ നമുക്ക് തുടയിടയ്ക്കിൽ പതക്കള വീക്കം വന്നു എന്ന് വരാം. ചിലപ്പോൾ ഈ നഖത്തിൽ വരുന്ന വിട്ടുമാറാതെ വരുന്ന ഫംഗസ് ബാധ, ഇൻഫെക്ഷൻസ്, അതേപോലെ അവിടെ നിന്ന് നീരൊലിപ്പ് വരുന്ന ഒരവസ്ഥ. ഇപ്പോൾ സ്ഥിരമായിട്ട് തുണി നനയ്ക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പണി ചെയ്യുന്നവർ, കറവക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ചാണകത്തിലോ മറ്റു ഭാഗങ്ങളിലോ നിന്ന് ജോലി ചെയ്യുന്നവർ, സിമൻറ്റ് പണിക്കാർക്ക്, അതായത് കെട്ടിടം പണിക്കാർക്കെല്ലാം നനവിൽ നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ വരാം. ഈ സാഹചര്യത്തിൽ അവർക്ക് ഒരുപക്ഷെ നഖത്തിലോ വിരലിൻ്റെ ഇടയിലോ ഇൻഫെക്ഷൻസ് വന്നിരുന്നാലും ഇത്തരത്തിൽ പതക്കള നീര് കണ്ടുവന്ന് വരാം. ഈ നഖത്തിൽ വരുന്നത് പോലെ തന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റോഡിൽ നടക്കുന്നു, ഇപ്പോൾ കൊച്ചുകുട്ടികളെല്ലാം തന്നെ ഓടിക്കളിക്കുന്നു, കാലിൻ്റെ അടിയിൽ ചെറിയ വിണ്ടുകീറൽ വരുന്നു, അതിന് ഇൻഫെക്ഷൻ വന്നിരുന്നാലും ഇത്തരത്തിൽ പതക്കള നീര് വരാം. ചിലപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പം ലോങ് റൺ, ഇപ്പോൾ റോഡിൽ തന്നെ ഒത്തിരി ദൂരം നിങ്ങൾ ചെരുപ്പിടാതെ നടക്കുന്ന ഒരു സാഹചര്യത്തിലും ഇത് കണ്ടുവന്ന് വരാം. ചിലർക്ക് ഒരുപക്ഷെ ഈ വിരലുകളുടെ ഇടയിൽ വരുന്ന ഫംഗസ് ഇൻഫെക്ഷൻ, നമ്മൾ അത്ലറ്റിക്സ് ഫൂട്ട് എന്ന് വിളിക്കുക. അതായത് നമ്മൾ പതിവായിട്ട് സോക്സ് ഉപയോഗിക്കുന്ന സമയത്ത്, സോക്സ് ഉപയോഗിച്ച് ഷൂ ഇടുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വിരലുകൾ അടുപ്പിച്ചിരിക്കും. കാൽ വിരലുകളുടെ ഇടയിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്ന ചെറിയ ഫംഗസ് ബാധ, അവിടെ വരുന്ന വിണ്ടുകീറൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണത്തില്ല, പക്ഷേ അവിടെ വരുന്ന ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് തുടയിടയ്ക്കിൽ കടല വന്നു എന്ന് വരാം. കൂടാതെ നമ്മുടെ പാദത്തിൽ വരുന്ന മറ്റു ചില പ്രോബ്ലംസ്, ഇപ്പോൾ സ്കിൻ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, സ്കിൻ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ എക്സിമ പോലെ നിങ്ങൾക്കറിയാം, പലപ്പോഴും പാദത്തിൽ വിട്ടുമാറാതെ ചൊറിച്ചിൽ, വേദന, നീരൊലിപ്പ് വരുന്ന ഇൻഫെക്ഷൻസ്, അതല്ലെങ്കിൽ പാദത്തിൽ വരുന്ന ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും പതക്കള നീര് സൃഷ്ടിച്ചു എന്ന് വരാം. ചിലർക്ക് പാദത്തിൽ വരുന്ന സെല്ലുലൈറ്റിസ്, പാദത്തിൽ കോശങ്ങളിൽ വരുന്ന നീർക്കെട്ട് കണ്ടിട്ടില്ലേ? ഇപ്പോൾ വെരിക്കോസ് ഞരമ്പുകളെല്ലാം വീർത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പാദത്തിൽ എപ്പോഴും ഒരു നീരും ആ ഭാഗത്ത് ചെറിയ ചുവപ്പ് നിറമോ ഇൻഫെക്ഷൻസോ കണ്ടുവന്ന് വരാം. മന്ദരോഗത്തിൻ്റെ ടെൻഡൻസി ഉള്ളവർക്കും പാദത്തിൽ സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, പാദത്തിൽ മുഴുവൻ ചുവപ്പ് നിറവും വല്ലാത്ത നീരൊലിപ്പും വേദനയും ഒരുപക്ഷെ പനിയും ചെറിയ കിടുങ്ങലും വിറയലും അല്ല ഇതോടൊപ്പം കണ്ടുവന്ന് വരാം. ഈ സമയത്തും തുടയിടുക്കിൽ കടല കണ്ടുവന്ന് വരാം. നമ്മുടെ പാദത്തിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പൂച്ചകൾ ഉണ്ടെന്നിരിക്കട്ടെ, പൂച്ചകൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മാന്തുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കാലിൽ മാന്തുന്നു അല്ലെങ്കിൽ മുറിവുള്ള ഭാഗത്ത് നക്കുന്നു എന്നുണ്ടെങ്കിലും ഈ പ്രോബ്ലം വരാം. കാറ്റ് സ്ക്രാച്ച് ഡിസീസ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ബാർട്ടണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന 40% പൂച്ചകൾക്കുമുണ്ട്. പൂച്ചകളുമായി നമ്മൾ സമ്പർക്കത്തിൽ വന്നാൽ, ഇപ്പോൾ പൂച്ച നമ്മളെ കയ്യിലോ കാലിലോ മാന്തിയാലോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുറിവിൽ നക്കിയാലോ നമ്മളോട് ചേർന്നിരുന്നാലോ എല്ലാം പൂച്ചയുടെ ശരീരത്തിൽ നിന്നും ഈ ഫംഗസുകൾ നമ്മുടെ മുറിവിൽ വരാം. ഈ ഫംഗസ്, ഈ ഇൻഫെക്ഷൻസ്, ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ബാർട്ടണല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഒരുപക്ഷെ നമുക്ക് ആ ചെറിയ മുറിവിൽ, ഇപ്പോൾ പൂച്ച മാന്തിയ ഒരു സ്ക്രാച്ച് വന്ന ഭാഗത്ത് ചെറിയ നീർക്കെട്ട്,
വേദന, തടിപ്പ് വരികയും തുടയിടുക്കിൽ നമുക്ക് സ്വെല്ല് ചെയ്ത് കടല വരികയും ചെയ്യും. സാധാരണഗതിയിൽ നമുക്ക് തുടയിടുക്കിൽ കടലകൾ നമ്മൾ അറിയാറില്ല, ചെറിയ ലിംഫ് നോട്ട്സ് ആയിട്ട് അവയിരിക്കും. എന്നാൽ ഒരു ഇൻഫെക്ഷൻ, ഞാൻ ഈ പറഞ്ഞ തുടയിടുക്കിൽ വരുന്ന കടലവീക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇത് ഒരുപക്ഷെ 1 ഇഞ്ചിന് മുകളിലേക്ക്, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ, ചിലപ്പോൾ ടെന്നീസ് ബോളിൻ്റെ വലിപ്പത്തിൽ വരെ തുടയിടുക്കിൽ കടല വന്നു എന്ന് വരാം. നമുക്ക് നടക്കാനോ ഇരിക്കാനോ കാലുകൾ അടുപ്പിച്ച് വയ്ക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ വരാം. ഇതെല്ലാം നമ്മുടെ പാദത്തിൽ വരുന്ന ഈ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണ്. ഇതല്ലാതെ നമ്മളെ ബാധിക്കുന്ന ചിലയിനം വാതരോഗമുണ്ട്. ഇപ്പം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള, സന്ധിവാദം പോലുള്ള, ആമവാദം പോലുള്ള കണ്ടീഷൻസിലും തുടയിടുക്കിൽ ചിലർക്ക് ഇത്തരത്തിൽ നീർക്കെട്ട് കണ്ടുവന്ന് വരാം. ഇനി ഇതല്ലാതെ ജനനേന്ദ്രിയ ഭാഗത്ത്, ഗ്ലൂട്ടിയൽ ഏരിയയിൽ വരുന്ന എന്തെല്ലാം ഇൻഫെക്ഷൻസിൽ നമുക്ക് തുടയിടുക്കിൽ കടല വരുന്നു എന്ന് നോക്കാം. ഏറ്റവും കോമൺ ആയിട്ട് തുടയിടുക്കിൽ വരുന്ന പൂപ്പൽ രോഗബാധ, നമ്മൾ ജോക്കീസ് ഇച്ച് എന്ന് വിളിക്കുന്ന, അതായത് തുടയിടുക്കിൽ വരുന്ന ടീനിയ പോലുള്ള, റിംഗ് വേം പോലുള്ള ഇൻഫെക്ഷൻസ് ഇല്ലേ, വിട്ടുമാറാതെ ചൊറിച്ചിൽ, വേദന, നീരൊലിപ്പ്, ആ ഭാഗത്ത് നിന്ന് സ്കിന്ന് ചെറിയ പൊടി പോലെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഈ സാഹചര്യത്തിലും തുടയിടുക്കിലെ കടല കണ്ടുവന്ന് വരാം. ഇതല്ലാതെ പുരുഷന്മാരിൽ കാണുന്ന ബാലനൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ, അതായത് പുരുഷലിംഗത്തിൻ്റെ, പെനിസിൻ്റെ അഗ്രത്ത് വരുന്ന ചെറിയ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ. ഇപ്പം ഷുഗറിലെല്ലാം, പ്രമേഹ രോഗം കൺട്രോൾ അല്ലാത്ത ആൾക്കാരിലും ഒരുപക്ഷെ പുരുഷലിംഗത്തിൻ്റെ അറ്റത്ത് ചെറിയ നീർക്കെട്ടും വേദനയും കണ്ടുവന്ന് വരാം. ഇതോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് തുടയിടുക്കിൽ കടല കണ്ടുവന്ന് വരാം. ഇതല്ലാതെ വിട്ടുമാറാതെ വരുന്ന മൂത്രത്തിൽ പഴുപ്പ്, മൂത്രസഞ്ചിയിൽ വരുന്ന ഇൻഫെക്ഷൻ, പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ട്, ഇൻഫെക്ഷൻ, പഴുപ്പ് ബാധ, ഈ സാഹചര്യത്തിലും തുടയിടുക്കിൽ കടല കണ്ടുവന്ന് വരാം. സ്ത്രീകളിലും പുരുഷന്മാരിലും കോമൺ ആയിട്ട് കാണുന്ന ചില ലൈംഗിക രോഗങ്ങളുണ്ട്. ജെനൈറ്റൽ ഹെർപ്പിസ് എന്ന് വിളിക്കുന്നത്, അതായത് ചിക്കൻ ബോക്സ് വൈറസിൻ്റെ വിഭാഗത്തിൽ തന്നെ പെടുന്ന ജെനൈറ്റൽ ഹെർപ്പിസ് വൈറസുകളുണ്ട്. ഈ വൈറസുകൾ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ പലപ്പോഴും മൂത്രനാളിയിൽ വരുന്ന നീരൊലിപ്പ്, വേദന, മൂത്രം പോകുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം ചെറിയ ശരീരത്തിൽ ചിക്കൻ ബോക്സിൻ്റെ കുമിളകൾ പോലെ തുടയിടുക്കിൻ്റെ ഭാഗത്ത് വരുന്ന ചെറിയ കുമിളകൾ, അതിനോടനുബന്ധിച്ച് വരുന്ന വരുന്ന ഇൻഗ്വൈനൽ നോഡ് ഇൻഫ്ലമേഷൻ. ഇനി ഇതല്ലാതെ ജനനേന്ദ്രിയത്തിൽ വരുന്ന ചെറിയ ഈ ഇൻഫെക്ഷൻസ്, അതായത് വ്രണങ്ങൾ സൃഷ്ടിക്കുന്ന ഗൊണോറിയ പോലുള്ള ലൈംഗിക രോഗമുണ്ടെങ്കിൽ വരാം, സിഫിലിസ് പോലുള്ള ലൈംഗിക രോഗങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ ഈ ഒരു പ്രശ്നം കണ്ടുവന്ന് വരാറുണ്ട്. സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ വിട്ടുമാറാതെ കാണുന്ന വെള്ളപോക്ക്, സെർവിക്സ് ഇൻഫ്ലമേഷൻ, അതേപോലെ വജൈനൽ ഇൻഫെക്ഷൻ, യോനിയിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗസ് ഇൻഫെക്ഷൻ, കാൻഡിഡ ഇൻഫെക്ഷൻ. നിങ്ങൾ പലപ്പോഴും സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് വജൈനയിൽ നിന്നും വെള്ളപോക്കും, അവർക്ക് വല്ലാത്ത ഒരു നീർക്കെട്ട്, വേദന, ലൈംഗിക ബന്ധം, ഡ്രൈനെസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം വരുന്ന കണ്ടീഷനിലും അസോസിയേറ്റ് ചെയ്തിട്ട് ഈ തുടയിടുക്കിൽ കടല വീക്കം കണ്ടുവന്ന് വരാം. സ്ത്രീകളിൽ ഇത് മാത്രമല്ല, സാധാരണഗതിയിൽ ശരീരത്തിൽ വരുന്ന മറ്റെന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് കാലിലോ ഹിപ്പിലോ വരുന്ന പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലുള്ള കണ്ടീഷൻസിലോ ഒരുപക്ഷെ തുടയിടുകൾ കടല കണ്ടുവന്ന് വരാം. ചിലയിനം ക്യാൻസറുകൾക്കും തുടയിടുക്കിലുള്ള ഈ കടലകൾ വീക്കം കണ്ടുവന്ന് വരാം. കോമൺ ആയിട്ട് നമുക്ക് ഒരുപക്ഷെ യൂട്രസിന് വരുന്ന ക്യാൻസർ, സെർവിക്സിന് വരുന്ന ക്യാൻസർ, അതേപോലെ അരക്കെട്ടിൻ്റെ പുറകുവശത്ത് മലാശയത്തിൽ വരുന്ന ക്യാൻസറോ ഹിപ്പിന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ബാധയിലോ തുടയിടുക്കിൽ കടലകൾ റെയറായിട്ട് കണ്ടുവന്ന് വരാറുണ്ട്. ലിംഫോമ എന്ന് വിളിക്കുന്ന ചില ക്യാൻസറുകൾക്കും തുടയിടുക്കിൽ കടലകൾ ഈ പതക്കള വീക്കം പോലെ വിട്ടുമാറാതെ കണ്ടുവന്ന് വരാം. എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു കടല വീക്കം വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ, ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതെന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ഞാനിവിടെ വിശദീകരിച്ച ഒട്ടനവധി കണ്ടീഷൻസ് ഉണ്ട്. ഇതിനെല്ലാം ഇത്തരത്തിൽ പതക്കള വീക്കം കണ്ടുവന്ന് വരാറുണ്ട്. ഏത് കണ്ടീഷൻ കൊണ്ടാണ് പതക്കള വീക്കം വരുന്നതെന്ന് ആദ്യം തിരിച്ചറിയുക. കൊച്ചുകുട്ടികൾക്കെല്ലാം പതക്കള വീക്കം വരുന്നതിൻ്റെ കോമൺ കാരണം പാദത്തിൽ വരുന്ന മുറിവുകളോ ഇല്ലെങ്കിൽ നഖത്തിൽ വരുന്ന പ്രശ്നംസോ ഫംഗസ് ഇൻഫെക്ഷൻസോ ആകാം. മുതിർന്നവരാണെങ്കിലും ആദ്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് പ്രധാനം. ഈ കണ്ടീഷൻസിനെ ശരിയായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പതക്കള വീക്കം പോയി കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഭാഗത്ത് വരുന്ന വേദനയും നീർക്കെട്ടും അസഹ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഉപ്പിട്ട് വെള്ളം ചൂടാക്കിയിട്ട് ഈ ഭാഗത്ത് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഭാഗത്തുള്ള നീർക്കെട്ടും ആ വേദനയും നിങ്ങളുടെ അസ്വസ്ഥതയും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി ഒഴിവാക്കേണ്ടതുണ്ട്. തുടർച്ചയായിട്ട് നമുക്കൊരു ഒരാഴ്ചയ്ക്ക് മുകളിൽ ഈ പതക്കള വീക്കം നിൽക്കുന്നു, നിങ്ങൾക്ക് വേദന വിട്ടുമാറാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ വേദനയ്ക്ക് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ, ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ കഴിക്കുമ്പോൾ തൽക്കാലം കുറയുന്നു, പക്ഷെ വീണ്ടും ഇത് വരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിത് ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് ഇത് പരിശോധിക്കുക ചെയ്യുക. എപ്പോഴും ഡോക്ടർമാർ ഒരു തുടയിടുക്കിൽ ഒരു കടല കണ്ടു കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞ പോലുള്ള ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഞാൻ ആദ്യം പറഞ്ഞ 95% കാരണങ്ങൾക്കുമാണ് ഇത്തരം പ്രശ്നങ്ങൾ, തുടയിടുക്കിൽ കടലകൾ വരുന്നത്. ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമില്ലാതെയും തുടയിടുക്കിൽ കടലകൾ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ക്യാൻസറിൻ്റെ എന്തെങ്കിലും സാധ്യതയാണോ എന്ന് പരിശോധിക്കേണ്ടത്. അതല്ലാതെ തുടയിടുക്കിൽ കാണുന്ന ഒരു കടലകൾക്ക് ക്യാൻസർ ആണോ എന്ന് ആദ്യമേ സംശയിക്കേണ്ട കാര്യം വരുന്നില്ല.
ഞാൻ ഈ പറഞ്ഞ ഈ തുടയിടുക്കിൽ വരുന്ന കഴലകൾ, പതക്കള നീരെന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും കാണുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ എല്ലാ കുടുംബങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ വരുന്ന കാരണങ്ങളെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ നിങ്ങൾക്കിത് എളുപ്പമായിരിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.